ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വയനാട് ടു ഊട്ടി പാർട്ട് 2 വീഡിയോ ആണ്. നമ്മൾ രാവിലെ തന്നെ റൂമിൽ നിന്ന് എണീച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ പോയത് നമ്മുടെ ടീ ഫാക്ടറിയിലേക്കാണ്. അവിടെ 9:30 മണിക്കാണ് ഓപ്പണിങ്. അതുകൊണ്ട് രാവിലെ തന്നെ വേഗം അങ്ങോട്ടേക്കാണ് പോയത്. നമ്മളതൊന്ന് ഫസ്റ്റ് അവിടെ എത്തിയത്, ഫസ്റ്റ് വിളി കയറിയത് നമ്മൾ തന്നെയാണ്. പിന്നെ നമുക്ക് 3-4 സ്ഥലവും ഇന്ന് കണ്ടു തീർക്കണം. ആ ഒരു പ്ലാനിങ്ങിലാണ് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിനി. അങ്ങനെ നമ്മൾ ടീ ഫാക്ടറിൻ്റെ ഉള്ളിൽ കയറി ഓരോരോ പ്രോസസ്സായിട്ട് നമ്മൾ കാണാൻ തുടങ്ങി. എല്ലാം കണ്ടതിനപ്പോൾ നമുക്ക് ഓരോ ടീയും കിട്ടി. അവിടുന്ന് അതും കുടിച്ച് പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങി. നമ്മളതിൻ്റെ നേരെ താഴേക്ക് ഇറങ്ങി ചായപ്പൊടിൻ്റെ സെക്ഷനിലാണ് വന്നത്. അവിടെ പല വെറൈറ്റി ചായപ്പൊടി ഉണ്ടായിന്, കുറേ ഉണ്ടായിന്. ഒന്നിൻ്റെ പേരൊന്നും നേർക്ക് ഓർമ്മയൊന്നുമില്ല. നമ്മളതിൽ നിന്ന് 2-3 വാങ്ങി. ഒരു മസാല വാങ്ങിന്, പിന്നെ ഒരു നോർമൽ, പിന്നെ ഒരു ലെമണ്, പിന്നെ വേറെ ഏതൊന്നും കൂടി നമ്മൾ വാങ്ങി. പിന്നെ നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങിയത് ചോക്ലേറ്റിൻ്റെ സെക്ഷനിലാണ്. അവിടെയും പല വെറൈറ്റി ചോക്ലേറ്റ് ഉണ്ടായിന്. അതിൽ നിന്ന് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റും പിന്നെ മിക്സഡ് ഒന്നും പിന്നെ വേറൊരു മിൽക്ക് ചോക്ലേറ്റും കൂടിയാണ് വാങ്ങിയത്. ചോക്ലേറ്റ് എല്ലാം വാങ്ങി. പിന്നെ നമ്മൾ നേരെ താഴേക്ക് കുക്കീസിൻ്റെ ഒരു സെക്ഷനും കൂടി ഉണ്ടായിനി. അവിടുന്ന് 2-3 നല്ല കുക്കീസും നോക്കിയിട്ട് വാങ്ങി. പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് പിന്നെ ദൊഡ്ഡപ്പെട്ട പീക്ക് എന്ന ഒരു വ്യൂ പോയിൻ്റാണ്. അവിടത്തേക്കാണ് പോയത്. അങ്ങനെ നമ്മൾ ദൊഡ്ഡപ്പെട്ട പീക്ക് വ്യൂ പോയിൻ്റ് എത്തി. അവിടെ താഴെ ഇങ്ങനെ ചെറിയൊരു സെക്ഷൻ ഉണ്ടായിന്. അവിടെ നമ്മളൊരു മസാല ഒരു കോണും വാങ്ങിന്. പിന്നെ നമ്മൾ ഈ ചെന്ന മസാലേൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ടായിന്, അതും വാങ്ങിന്. അത് തിന്നാൻ ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ നമ്മൾ നേരെ മുകളിലേക്ക് പോയി. ഇവിടെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്, ബാഗിൻ്റെ സെക്ഷന്, പിന്നെ കുട്ടികളെ കളിക്കുന്ന സെക്ഷൻ, അങ്ങനെ എന്തെല്ലാം ഉണ്ടായിന്. ഒന്നും വാങ്ങിയിട്ടില്ല. എല്ലാം ഭയങ്കര പൈസ ഉണ്ടായിരുന്നില്ലേനും, അതുകൊണ്ട് നമ്മളങ്ങനെ ഒന്നും വാങ്ങിയിട്ടില്ല.
നേരെ നമ്മൾ വ്യൂ പോയിന്റിലേക്കാണ് പോയത്. നല്ല തണുപ്പുണ്ടായിന് അവിടെ. നമ്മൾ വരുമ്പോൾ അങ്ങനെ ഊട്ടിയിലേക്ക് വരണമെന്നുള്ള പ്ലാനേ ഉണ്ടായിട്ടില്ല. വയനാട്ടിൽ നിന്ന് പെട്ടെന്ന് തീരുമാനിച്ചതാണ് ഊട്ടിയിലേക്ക് വരാമെന്ന്. അതുകൊണ്ട് നമ്മൾ സ്വെറ്ററും അങ്ങനത്തെ ഒന്നും എടുത്തിട്ടൊന്നുമില്ല. നല്ല തണുപ്പത്ത് ഇങ്ങനെ കിടുകിടാ വറക്കുന്നുണ്ടായിന് എല്ലാവരും. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ ബൊട്ടാനിക്കൽ ഗാർഡനിലേക്കാണ് പോയത്. അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി. അവിടുന്ന് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് അവിടെ തന്നെ കുറേ ടൈം അവിടെ ഇരുന്നിന്. അവിടെ പിന്നെ നമ്മൾ കുറേ ടൈം അവിടെ ഇരുന്ന് പിന്നെ അവിടെ നമ്മൾ ഇറങ്ങുകയാണ് ചെയ്തത്. പിന്നെ ഊട്ടിയിൽ നമ്മൾ കുറേ വട്ടം വന്നുകൊണ്ട് ഇതെല്ലാം കണ്ടതാണ്. കണ്ടതന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണെന്നറിയില്ല, ഒരു രസമില്ല. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ടോയ് ട്രെയിന് കയറാൻ വേണ്ടിയിട്ടാണ് പോയത്. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഫുഡ് കഴിക്കാനൊന്നും നിർത്തിയിട്ടില്ല. കാരണം ഇങ്ങനെ ഓരോ പോകുന്നിടത്തുനിന്ന് ഇങ്ങനെ ഓരോന്നോരോന്ന് ചെറുത്ത് നിന്നുകൊണ്ട് പിന്നെ അതിന് ഉച്ചയ്ക്ക് വിശക്കുന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് രാവിലത്തെ നാസ്തയിലങ്ങ് ഒതുക്കി. ഉച്ചയ്ക്ക് നമ്മൾ ചോറൊന്നും തോന്നിയിട്ടില്ല. നമ്മൾ നേരെ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി. നമ്മളവിടെ എത്തുമ്പോൾ ഏകദേശം 2:30 മണി കഴിഞ്ഞിനി. പിന്നെ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 4 മണിക്കേ ടിക്കറ്റ് കൊടുക്കും, ഇനി 5:30 മണിക്കേ ട്രെയിനുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ പുറത്ത് നല്ല മഴയും പെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് നമ്മൾ 4 മണി വരെ അവിടെ ഇരുന്ന് ടിക്കറ്റ് എടുത്ത് അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് 5:30 മണിക്കേ ട്രെയിൻ വരുന്നവരെ.
അങ്ങനെ നമ്മൾ കുറേ കാത്തിരുന്നിട്ട് നമ്മൾ ട്രെയിൻ വന്ന് നമ്മൾ സീറ്റിലേക്ക് കയറിയിരുന്നു. ഇത് നേരെ കൂണൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഞാനിത് ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഊട്ടിയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ കയറിയിട്ടില്ല, ആദ്യമായിട്ട് കയറുന്നതെന്ന്. കുറേ റീൽസ് എല്ലാം കണ്ടിന് ഇതിങ്ങനെ ഇതിൻ്റെ ടോയ് ട്രെയിനിൻ്റെ. പക്ഷേ അതുപോലെയും ആണെന്ന് ചോദിച്ചാൽ അതുപോലെ അല്ല. നമ്മൾ ഇങ്ങനെ പറയില്ലേ, റീൽസൊന്നും കണ്ടിട്ട് നമ്മളങ്ങനെ ഒന്നും വിചാരിക്കാൻ പാടില്ല. ഇഷ്ടപ്പെട്ടേ, പക്ഷേ ആ റീൽസിൽ കണ്ട പോലെയല്ല. ചിലപ്പോൾ എൻ്റെ എക്സ്പെക്റ്റേഷൻ കൂടുതലായതുകൊണ്ടായിരിക്കും. പിന്നെ നമുക്ക് വൈകുന്നേരത്തെ ട്രെയിനാണ് കിട്ടീന്. അപ്പോൾ ഏകദേശം കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ തന്നെ നല്ലോണം ഇരുട്ടായി. പിന്നെ നമുക്ക് വിചാരിച്ച പോലെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറച്ചും കൂടി നേരത്തോടെ രാവിലത്തേതാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗിയുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മൾ കൂണൂർ എത്തി. നമ്മൾ 5:30 മണിക്ക് കയറിയിട്ട് 6:30 മണിക്കാണ് നമ്മളിവിടെ എത്തിയത്. 1 മണിക്കൂറാണ് യാത്ര ഉണ്ടായത്. അവിടെ നമ്മൾ നേരെ ബസ്സിലാണ് തിരിച്ച് നമ്മുടെ ഉദകമംഗലം അവിടെ എത്തിയത്. കാരണം നമ്മൾ കാറിൽ പൈസ വെച്ചപ്പോൾ ഭയങ്കര പൈസയാണ് വന്നത്. 1500 എല്ലാം പറഞ്ഞിന് കാറിന്. നമുക്ക് ബസ്സിന് ആകെ ഒരാൾക്ക് 25 30 അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഉദകമംഗലം എത്തി. അവിടെ തന്നെ ഒരു അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത്. അവിടെ നിന്ന് ഫുഡും കഴിച്ച് നേരെ നമ്മൾ തലേയിൽ നിന്ന് അതേ റൂമിലേക്കാണ് പോയത്. ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും എൻ്റെ വീഡിയോസ് ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിപ്പോൾ പാർട്ട് 2 ആയിട്ടാണ് ഇടുക. വീഡിയോക്ക് ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് ഒരു വീഡിയോയും കൂടി വരാനുണ്ട്. അപ്പോൾ എല്ലാവരും കാണാം. ഓക്കെ, ബായ്.